ഫ്രാൻസിസ് പാപ്പ അസുഖബാധിതനായി തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിഭൂതി ദിനത്തിലെ തിരുക്കർമ്മങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് ദിവ്യബലി അർപ്പിക്കാൻ കഴിയില്ലെന്ന് പൊന്തിഫിക്കൽ ആരാധനാക്രമത്തിന്റെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ഡിയാഗോ ജിയോവാനി റാവേലി സ്ഥിരീകരിച്ചു. മാർച്ച് 5 ആഗോള കത്തോലിക്ക സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായി പരമ്പരാഗതമായി ആവെൻട്രൈൻ കുന്നിൽ നടക്കുന്ന വിഭൂതിബുധൻ തിരുക്കർമ്മങ്ങൾക്ക് അപ്പസ്തോലിക് പെനിറ്റൻഷ്യറിയുടെ തലവൻ കർദിനാൾ ആഞ്ചലോ ഡി ഡൊണാറ്റിസ് മുഖ്യ കാർമ്മികനാകും. റോമിലെ സാന്താ സബീന ബസിലിക്കയിൽ വെച്ചാണ് തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുക. നോമ്പ് കാലം ആരംഭിക്കുന്ന ദിവസം മേജർ പെനിറ്റൻഷ്യറും പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയുമായ കർദിനാൾ ആഞ്ചലോ ഡി ഡൊണാറ്റിസിന്റെ അധ്യക്ഷതയിൽ വിഭൂതിയുടെ കർമ്മങ്ങൾ നടക്കുമെന്ന് പൊന്തിഫിക്കൽ ആരാധനാക്രമത്തിന്റെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ജിയോവാനി ഡിഗോ റാവേലിയാണ് വത്തിക്കാൻ മാധ്യമ വിഭാഗത്തിലൂടെ അറിയിച്ചത്. വൈകുന്നേരം 4:30 സെന്റ് ആൻസൽ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന അനുപാത ആഘോഷയാത്രയ്ക്കും കർദിനാൾ ആഞ്ചലോയാണ് നേതൃത്വം നൽകുന്നത്. 15 ദിവസമായി ആശുപത്രിയിൽ കഴിയുന്ന പരിശുദ്ധ പിതാവാണ് തിരുക്കർമ്മങ്ങൾക്കായി കർദിനാൾ ആഞ്ചലോയെ നിയോഗിച്ചത്. സെന്റ് ജോൺ 23-ാമന്റെ കാലം മുതൽ അനുവർത്തിക്കുന്ന പരമ്പരാഗത രീതി ഇക്കൊല്ലവും അനുവർത്തിച്ചാകും തിരുക്കർമ്മങ്ങൾ. പ്രാരംഭ പ്രാർത്ഥന സാന്റ് ആൻസെൽമോ ദേവാലയത്തിൽ തുടങ്ങി അവൻട്രൈൻ കുന്നിലെ സാന്താ സബീന ബസിലിക്കയിലേക്ക് പ്രദക്ഷിണമായി എത്തി അവിടെ ദിവ്യബലി അർപ്പിക്കുകയും തുടർന്ന് നെറ്റിയിൽ ചാരം പൂശുകയുമാണ് ചെയ്യുക. ചർച്ച് ഡെസ്ക് ഷെക്കനാനോസ്.